ഹായ് കൂട്ടുകാരെ, ഈ ചൂട് കാലത്തൊക്കെ മനസ്സും ശരീരവും ഒരേപോലെ തണുപ്പിക്കാൻ ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു അവിൽ മിൽക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനി നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 300 ഗ്രാം അവിൽ എടുക്കുന്നുണ്ട്. നമുക്ക് അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ കത്തിച്ചുകൊണ്ട് നമുക്കിതൊന്ന് കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരളവിൽ അവിലെടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു 6 പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കൈയെടുക്കാതെ ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. തീ കുറച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട്, നനവില്ലാത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്തെടുക്കാം. ഒന്ന് പരത്തി വെക്കുക, പെട്ടെന്ന് ചൂടാറി കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ മൈസൂർ പഴമാണ് അവിൽ മിൽക്കിനായിട്ട് എടുത്തിരിക്കുന്നത്. അവിൽ മിൽക്കിന് ഏറ്റവും നല്ലത് മൈസൂർ പഴമാണ്. ഒരു 7-8 പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഉടച്ചെടുക്കണം. ഇതേപോലെ ഉടച്ചെടുത്താൽ മതി. മിക്സിയിൽ ഇട്ട് ഒരു കാരണവശാലും അടിച്ചെടുക്കരുത്, അതങ്ങ് പേസ്റ്റായി പോകും. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പഴം ഉടച്ച് കിട്ടേണ്ടത്. പഴം മുഴുവനായിട്ടും ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഹോർലിക്സ് ചേർക്കാവുന്നതാണ്. ബൂസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഹോർലിക്സാണ് ചേർക്കുന്നത്. 5 രൂപയുടെ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്ത കടല ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ആയാലും മതി. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാല് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ചെറിയ തണുപ്പേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ ഐസ്ക്രീം അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ ഐസ്ക്രീമൊന്നും ചേർക്കുന്നില്ല. സാധാ ഒരു അവിൽ മിൽക്കാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ ഒരു അവിൽ മിൽക്ക് വളരെയധികം ഇഷ്ടപ്പെടും. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.